മുടി കൊഴിച്ചിലില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയുള്ളവർക്കെല്ലാം ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു അടിപൊളി ടിപ്സാണ് ഇന്നത്തെ ആദ്യത്തെ വീഡിയോ. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ ഒരു ബൗളിലേക്ക് 2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവ നമ്മുടെ മുടിക്കനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക. ഇനി ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് നമുക്കൊരു നൈറ്റ് ഫുള്ള് എടുത്ത് വയ്ക്കണം. ഇത് വളരെയധികം നല്ലതാണ് കേട്ടോ. മുടി കൊഴിച്ചിൽ, മുടി പൊട്ടിപ്പോവുക, അതുപോലെ മുടി വരണ്ടതാകുക, അങ്ങനെയുള്ളവർക്കെല്ലാം നല്ലൊരു സൊല്യൂഷനാണിത്. അപ്പോൾ ഒരു നൈറ്റ് ഫുള്ള് നമ്മൾ എടുത്തു വെച്ച ഉലുവയാണ്, കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഉലുവയാണ്. ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. സവോളയല്ല, ചെറിയ ഉള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു 10ഓ 15ഓ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മുടിക്കനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. സവോളയേക്കാൾ കൂടുതൽ നന്നായിട്ട് തന്നെ ഫലം കിട്ടുന്നത് നമ്മുടെ ഈ ഒരു ചെറിയ ഉള്ളിക്കാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ കറ്റാർവാഴയുടെ തണ്ട് കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ ജെല്ലായിട്ട് തന്നെ എടുക്കണം എന്നൊന്നുമില്ല. ഇത് ചെറുതായതുകൊണ്ട് അധികം മൂക്കാത്തതാണ്. എൻ്റെ ഇപ്പം വളർന്നു വരുന്നതേ ഉള്ളൂ. ഉണ്ടായിരുന്നതെല്ലാം ഞാനിതുപോലെ ഹെയർ ഡൈ ചെയ്യാനും അങ്ങനെയുള്ളതിനെല്ലാം ഞാൻ എടുത്തു. ഇപ്പോൾ അത് പുതിയതായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അതും കൂടി ഒരു 2 ചെറിയ തണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഞാനിവിടെ അരച്ചെടുത്തത് ഒരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് മുടി കൊഴിച്ചിലിന് മാത്രമല്ല കേട്ടോ, ഇത് താരൻ പോകാനും നല്ല അടിപൊളി ടിപ്സാണ്. അതുപോലെ തന്നെ മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാനും മുടി വരണ്ടതിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടി നല്ല സ്മൂത്തായിട്ട് കിടക്കാനും ഒക്കെ വളരെയധികം നല്ലൊരു ടിപ്സാണ് ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ ഉലുവ ഒരു ദിവസം മുഴുവൻ കുതിർത്തതിന് ശേഷം ഇതുപോലെ അരച്ചെടുത്ത് നമ്മൾ മുടിയിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയാകും. അപ്പോൾ തന്നെ നല്ലൊരു ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇത് ഞാനിടുന്ന വീഡിയോ എല്ലാം നല്ല ഉപകാരമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമുക്കിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാവർക്കുമായിട്ട് ഇത് ഷെയർ ചെയ്ത് തരുന്നതല്ല. അത് വെറുതെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. നിങ്ങളിതുപോലെ ഒന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതിൽ റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒറ്റ യൂസിൽ തന്നെ പെട്ടെന്ന് തന്നെ മുടി കറുപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു മുടി കറുപ്പിക്കുന്ന കൂട്ടാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. യാതൊരുവിധ കെമിക്കലും ഇല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഒറ്റ യൂസിൽ നല്ല റിസൾട്ട് കിട്ടും. അത് ഷുവറാണ് കേട്ടോ. 100ൽ 100 മാർക്ക്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ നെല്ല് കുത്തിയ അരിയാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു അരിയാണ്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഞാൻ ഇത് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത്. മറ്റേത് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കൂടുതൽ കറുപ്പും കൂടുതൽ മുടിക്ക് നല്ലൊരു ഷൈനിങ്ങും എല്ലാം കിട്ടിയത് ഈ ഒരു അരി ചേർത്തപ്പോഴാണ്. അത് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഇത് ചേർക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അരി വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഈ അരിയൊന്ന് വറുത്തെടുക്കണം. ഇതൊക്കെ തേച്ചിട്ട് നരച്ച മുടി കറുക്കുമോ എന്ന് സംശയമുള്ളവർക്കെല്ലാം ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. ഞാനിവിടെ നമ്മുടെ വിറകടുപ്പിലാണ് ഞാൻ ഈ അരി വറുത്തെടുക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഗ്യാസിനൊക്കെ ഭയങ്കര ക്ഷാമം ആയതുകൊണ്ട് തന്നെ നമുക്കത് മുതലാവില്ല. അതുകൊണ്ട് തന്നെ വിറകടുപ്പിലാണ് ഞാൻ ഈ അരി മൺചട്ടിയിൽ കരിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഗ്യാസിലൊക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിതുപോലുള്ള വിറകടുപ്പിൽ ഇതുപോലുള്ള ചട്ടികളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ സൗകര്യമുള്ളവർ കേട്ടോ, മറ്റല്ല ഞാൻ പറയുന്നത്, സൗകര്യമുള്ളവർ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്താലാണ് കൂടുതലും നമുക്ക് എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ നല്ലൊരു ഫലം കിട്ടുന്നത് ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പം ഞാൻ ഈ അരിയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, വർക്കേരിയ വെച്ചിട്ട് അരിയൊക്കെ വറുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അരി വറുക്കുമ്പോൾ നല്ല ഫോഗ് ഉണ്ടാകും. അപ്പോൾ അത് മാറാനായിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് വറുത്ത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് പൊടിച്ച് നോക്കാം. കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. കണ്ടോ, നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. പക്ഷേ നമ്മൾ തലയിൽ തേക്കുമ്പോഴേ ഇതുപോലെ നമ്മൾ മിക്സിയിൽ തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കണം.
നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിൽ ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു പേപ്പറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇത് മൊത്തം കരിയാവും, നമ്മൾ വയ്ക്കുന്നിടത്തൊക്കെ മൊത്തം കരിയാവും. അതുകൊണ്ടാണ് ഞാനിതൊരു പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തത് ആദ്യമേ തന്നെ. ഈ ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ബോട്ടിലിൽ ഇങ്ങനെ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം വേണ്ടുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1-2 കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. എങ്കിലും മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാവുന്ന രൂപത്തിലാണ് മുടി കൊഴിച്ചിൽ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നരം മാറ്റാൻ വേണ്ടി മാത്രമല്ല ഏതൊരു ഹെയർ ഡൈയും അല്ലെങ്കിൽ ഏതൊരു കളർ നമ്മൾ ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ മുടിക്ക് വേണ്ടുന്ന സംരക്ഷണം കൂടി നമ്മൾ കൊടുക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർക്കുന്നത്. എങ്കിലേ മുടിക്ക് നല്ലൊരു കറുപ്പും നല്ലൊരു ഷൈനിങ്ങും ആ ഒരു ഡ്രൈനെസ് എല്ലാം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് ഞാൻ സവോള നമ്മുടെ വിറകടുപ്പിൽ കനലിൽ ചുട്ടെടുത്തതാണ് ഈ ഒരു സവോള. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് തന്നെ കരിഞ്ഞും കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ഓയിലിൻ്റെ ഒരു അംശവും കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ കൂടെ 2 പിടി കറിവേപ്പിലയും കൂടി നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കണം. നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടതായതുകൊണ്ട് കുറച്ച് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് സവോള കരിച്ചതും നമ്മൾ നേരത്തെ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന അരിയും അതുപോലെ തന്നെ കറിവേപ്പില വറുത്ത് പൊടിച്ചതിൻ്റെയും മിക്സാണ് ഞാനിത്, ഈ ഒരു കൂട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇത് 3ഉം കൂടി നമ്മൾ മിക്സിയിൽ വെച്ചൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ബ്ലാക്ക് കളർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള അമോണിയ ഒട്ടും ഇല്ലാത്ത ബ്ലാക്ക് ഹെന്നയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ബ്ലാക്ക് ഹെന്ന എല്ലാ ആയുർവേദ ഷോപ്പുകളിലും നമുക്ക് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് 1-2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിൽ യാതൊരുവിധ കെമിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല, നാച്ചുറലായത് തന്നെയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അലോവേറയുടെ ജെല്ലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അലോവേറയുടെ ജെല്ലും കുറച്ച് കഞ്ഞി വെള്ളം കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് വേണം ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ഒരു കൂട്ട് ആദ്യമേ ട്രൈ ചെയ്തത്. അവൾക്കൊരു വൈദ്യൻ പറഞ്ഞു കൊടുത്തതെന്നാണ് എന്നോട് പറഞ്ഞത്. അതനുസരിച്ചാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കിയത്. പക്ഷേ ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ അത് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാനിത് യൂട്യൂബിലിടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കി വേണം ഇതെടുക്കാനായിട്ട്. ഞാനിവിടെ എനിക്ക് ആവശ്യമുള്ള അത്ര പൊടിയാണ് ഞാൻ എല്ലാ കൂട്ടുകളും ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര പൊടികൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഈ ബ്ലാക്ക് ഹെന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അതിനകത്ത് മൊത്തം ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ അലർജികളോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നാച്ചുറൽ ആയതാണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും ഏതാണെങ്കിലും നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് പാച്ചിലൊന്ന് ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഏതാണെങ്കിലും തലയിൽ തേക്കുക. അലോവേറയുടെ ജെല്ല് ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ വീര്യം കുറഞ്ഞ ഷാമ്പു ഇതിലേക്ക് ചേർത്തും മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ സാധാരണ നിങ്ങൾ വാഷ് ചെയ്താൽ മതി, വേറെ ഷാമ്പു ഇട്ട് കഴുകേണ്ട ഒരാവശ്യവും വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിപ്പോൾ ഞാൻ തലയിൽ അപ്ലൈ ചെയ്യുന്നില്ല, പലരും പറയാറുണ്ട് തലയിൽ അപ്ലൈ ചെയ്ത് കാണിക്കുക. അങ്ങനെ അതിലൊരു യാതൊരുവിധ അർത്ഥവും ഇല്ല. നമ്മൾ ഓൾറെഡി തേച്ച് റിസൾട്ട് കിട്ടിയതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഇതൊരു അരമണിക്കൂർ മാത്രം മുടിയിൽ വെച്ചാൽ മതിയാവും കേട്ടോ. എന്നിട്ട് സാധാ നോർമൽ വാഷ് ചെയ്ത് കഴുകിക്കളഞ്ഞാൽ മതിയാകും.